ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA പ്രതികരിക്കാൻ. ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ അപകടം അറിഞ്ഞല്ലോ. ചാണ്ടി ഉമ്മൻ അവിടെയുണ്ടോ? മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പൊ അങ്ങോട്ട് അടിയന്തരമായി എന്റെ പരിപാടികൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. എങ്ങനെയാണ് സർക്കാർ ഒരു ഇങ്ങനെ ഒരു അപകടാവസ്ഥയിലുള്ള കെട്ടിടം അവിടെ നിർത്തുവാൻ, അവിടെ അല്ലെങ്കിൽ ആളുകൾക്ക് പോകുവാൻ അനുമതി കൊടുത്തതെന്നാണ് മനസ്സിലാകാത്തത്. അല്ല, അവിടെ ആരും അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ് കേട്ടോ, ഉപയോഗിക്കാത്ത കെട്ടിടമാണ്. അതിനപ്പുറത്ത് 14-ാം വാർഡുണ്ട്. ഇപ്പോൾ 14-ാം വാർഡിലെ രോഗികളെ അവിടെ നിന്ന് മാറ്റി എന്നൊക്കെയാണ് അറിയുന്നത് ചാണ്ടി ഉമ്മൻ. അല്ല, ഉപയോഗിക്കാൻ പറ്റത്ത അവിടെ എങ്ങനെ ആൾക്കാർ വന്നു, അവിടെ പരിക്ക് പറ്റുന്ന എങ്ങനെ, ആ സാഹചര്യം എങ്ങനെ അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ അതിനെ പൊളിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റില്ലേ? അതെ, പൊളിച്ചു മാറ്റാൻ വൈകിട്ടുണ്ട്. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ അത് മനസ്സിലാക്കുന്നത്. അപ്പുറത്തൊരു കഫേറ്റീരിയ ഉണ്ട്, അപ്പൊ അവിടേക്ക് പോകുന്നത് ഇതുവഴിയാണത്രേ. അങ്ങനെ പോയവർക്കാണ് പരിക്ക് പറ്റിയത്. അത് എന്റെ സാഹചര്യം, എനിക്ക് അവിടെ ഞാൻ ചെല്ലുന്നേ ഉള്ളൂ. അതിനുശേഷമേ കുറിച്ച് പ്രതികരിക്കാൻ പറ്റും. ചാണ്ടി ഉമ്മൻ ഇടപെടേണ്ട മറ്റൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥി പറയുന്ന അവിടുത്തെ ഹോസ്റ്റൽ കെട്ടിടം പഴകിയ കെട്ടിടമാണ്. 300-ഓളം എത്തുന്ന വിദ്യാർത്ഥികൾ, 250 വിദ്യാർത്ഥികളെങ്കിലും താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടം പഴകിയതാണ്, ചോർച്ചയുണ്ട്. അത് പറയുമ്പോൾ അവിടെ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് അവരെ മാറ്റാനുള്ള ആലോചനകളില്ല. അവിടെ തൽക്കാലം സിമെന്റ് ഇട്ടൊക്കെ താൽക്കാലിക നടപടികളാണ് ഉണ്ടാകുന്നത്. അതുകൂടി ഒന്ന് പരിശോധിക്കണം. തീർച്ചയായിട്ടും അതെല്ലാം ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആരോഗ്യരംഗത്തുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നത്തെ മാധ്യമങ്ങൾ വന്ന വാർത്തയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടലോടുകൂടി അല്ലാതെ നമുക്കാർക്കും വായിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, കത്തിയിട്ട് ഉൾപ്പെടെ ഒരു രോഗിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതുപോലത്തെ ഉള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും വീണ്ടും മറ്റൊരു രോഗിക്ക് ഉപയോഗിക്കുന്നു. അണുബാധയ്ക്ക് വേറെ വേണോ? അണുബാധ ഉണ്ടാകാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ? ആ രോഗികളുടെ ജീവന് ഒരു വില കൊടുക്കുന്നില്ല. ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവന് ഒരു വില കൊടുക്കുന്നില്ല ഈ സർക്കാർ എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെയുള്ള ഒരു കാര്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനെതിരെ ശക്തമായ പ്രതികരണം തുറന്നുകൊണ്ടിരിക്കും. ശരി, വളരെ നന്ദി ചാണ്ടി ഉമ്മൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.